ഓർക്കുന്നുണ്ടോ? നീ എനിക്കെന്ന ലെറ്ററൊക്കെ തന്നിട്ടുണ്ട്. അക്ഷര തെറ്റുകൾ മാത്രമുള്ളൊരു ലെറ്റർ. അത് തമാശക്ക്. അത് ശരി. അപ്പൊ കത്ത് പരിപാടി 4ാം ക്ലാസ്സിലെ തുടങ്ങിയതാണല്ലേ? കത്തിന്റെ പരിപാടിയെ ആശാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല. അല്ല, ഇങ്ങനെ നിന്നാ മതിയോ? ഇവിടുത്തെ കാര്യങ്ങൾ തീർത്തിട്ട് ഡോക്ടറെ കാണണ്ടേ? രേഷ്മ, നമുക്ക് പിന്നൊരിക്കൽ കാണാം. ഇവിടെ കുറച്ച് പരാതി കൊടുക്കാൻ, പിന്നെയും കുറച്ചുണ്ട്. ഫാമിലി ഡോക്ടറിന് കാണണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. രേഷ്മ, അല്ല ഞാൻ ചോദിക്കാൻ വിട്ടു, നീ എന്താ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്നത്? അല്ല, എന്നെ പോലെ ഇപ്പൊ നീയും കുഴപ്പക്കാരിയായേ. ഞാൻ എസ് ഐ ഒന്ന് കാണാൻ വന്നതാ. പക്ഷേ ആള് കുറച്ച് കഴിയുമ്പോഴേ വരും. ഞാനിപ്പോ ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി. പിന്നെ ഇവിടെ വന്നത് എന്തിനാന്നൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. ശരി ശരി, ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളോട് ചെല്ലട്ടെ. ശരി, ശാലിമ പോവാം. വിഷ്ണു, എനിക്ക് നിന്റെ നമ്പർ ഒന്ന് തരുമോ? അതിനെന്താ, നോട്ട് ചെയ്തു. എന്നാ പിന്നെ വരട്ടെ മേഡം. കൂടെ പഠിച്ച സഹപാഠിയെ കണ്ട സന്തോഷം അല്ലല്ലോ മുഖത്ത്. മറ്റെന്തൊക്കെയോ ആ മുഖത്ത് മിന്നി മറയുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന കൂട്ടുകാരിയല്ല. പിന്നെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയതായിരുന്നോ? അങ്ങനെ ചോദിച്ച എനിക്ക് മറുപടി ഒന്നുമില്ല. തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. ഓ, ചിലപ്പോ കുട്ടിക്കാലത്ത് ഒരു കുറുമ്പായിരിക്കാം. എന്തായാലും ഇഷ്ടായിരുന്നു രണ്ടുപേർക്കും. ഈ സമയത്ത് വിഷ്ണു, ഞാൻ രേഷ്മയാ. രേഷ്മ, ഞാനിപ്പോ നിന്റെ കാര്യം ശാലിനോട് പറയായിരുന്നു. നീ വെറുതെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അതിനെ കഷ്ടത്തിലാക്കല്ലേ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും ഇഷ്യൂല്ല. അത് എന്റെ ശാലിനിക്ക് എന്നോടുള്ള വിശ്വാസം. പിന്നെ നീ എന്തായാലും വിളിച്ചെന്നായി, നിന്റെ നമ്പർ കിട്ടിയല്ലോ. എന്നാ ശരി ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. രേഷ്മേ, നമ്പർ കറക്റ്റ് ആണോ പറയേണ്ടി വിളിച്ചത്? നമ്മളിപ്പോ സ്റ്റേഷനിൽ കയറിയിട്ട് റൈറ്ററിനോട് ജീപ്പ് മോഷണം പോയ കാര്യം പറയുന്നു. മാഡം, എസ് ഐ പുറത്തു പോയിരിക്കുക. മാഡത്തിന് ചായയോ മറ്റോ? ഒന്നും വേണ്ട. ഇന്നലെ രാത്രിയാ വീട്ടിന് മുന്നിലിട്ടിരുന്ന ജീപ്പ് കാണാതായത്. ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാ. രാവിലെ ആയത് അറിഞ്ഞത്. അതുകൊണ്ടാ റിപ്പോർട്ട് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി മാഡം. കൊണ്ടുപോയിരിക്കുന്നവർ എന്തായാലും നല്ല ഉദ്ദേശത്തോടായിരിക്കത്തില്ല കൊണ്ടുപോയത്. അവന്മാരെന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിച്ച ജീപ്പിന്റെ ഓണർഷിപ്പ് വെച്ച് അതെല്ലാം ഉടമയുടെ പെടലിക്കാവും. ഇതാവുമ്പോ പോലീസിന്റെ കയ്യില് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്നലെ രാത്രിയിൽ വിഷ്ണുവേട്ടൻ വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇന്ന് രാവിലെ വണ്ടി മോഷണം പോയെന്ന് പരാതി പറയുന്നു. എന്താ വിഷ്ണുവേട്ടൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ വിഷ്ണുവേട്ടൻ മറയ്ക്കുകയും ഒളിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും അത്? അപ്പൊ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ നിങ്ങളുടെ മുറ്റത്ത് വണ്ടിയില്ല. അതെ. അടുത്തുള്ള ആരെങ്കിലും സംശയമുണ്ടോ? അല്ല, ഒരു ചെറിയ പണി തരാൻ വേണ്ടിട്ടേ മനഃപൂർവ്വം ചെയ്യാൻ സാധ്യതയുള്ള ആരെങ്കിലും? അങ്ങനെ ആരുമില്ല. ഇത് ഏതോ കള്ളന്മാരൊപ്പിച്ച പണിയാ.
സാറ കാലമില്ലാത്ത കാലമല്ലേ. ഇനിയിപ്പോ വല്ല കള്ളക്കടത്തുകാരെ കയ്യിലെ വണ്ടി എന്ന് വെച്ചാൽ എന്റെ ജീവൻ തന്നെ കട്ടപ്പോക്കെയാവും. എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം. ഓ ആയിക്കോട്ടെ, എന്തായാലും വിവരം കിട്ടിയോന്ന് അറിയിച്ചു. ആ ഓക്കെ. ആ പോവാം. എന്താ ഇപ്പൊ അവര് പറയുന്നത്? അത് പതിവല്ലോ തന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞു. അന്വേഷിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം.